ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ആ പ്രഖ്യാപനം ഒടുവിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഫെബ്രുവരി 14-ന് ISL 10ാം പതിപ്പിന് പന്തുരുളും. എന്നാൽ കിക്ക് ഓഫിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ഫുട്ബോളിന്റെ ആവേശമായ കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തവണ കളത്തിലിറങ്ങുമോ? ടീം നേരിടുന്ന സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ് കേരള ഫുട്ബോൾ പ്രേമികളെ കടുത്ത ആശങ്കയിലാക്കിയിരിക്കുന്നത്. ഇത്തവണ 14 ക്ലബ്ബുകൾ ലീഗിൽ പങ്കെടുക്കുമെന്ന് കായിക മന്ത്രാലയം പ്രഖ്യാപിച്ചെങ്കിലും പല പ്രമുഖ ക്ലബ്ബുകളും സാങ്കേതികവും സാമ്പത്തികവുമായ തടസ്സങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും വഷളായ അവസ്ഥയിലുള്ളത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ്. ISL തുടങ്ങാൻ വൈകിയതോടെ ടീമിലെ പ്രധാന താരങ്ങളെയെല്ലാം ക്ലബ്ബ് വിട്ടുപോകാൻ മാനേജ്മെന്റ് അനുവദിച്ചിരുന്നു. എന്നാൽ പെട്ടെന്നുള്ള ഈ ലീഗ് പ്രഖ്യാപനം ബ്ലാസ്റ്റേഴ്സിനെ വലിയൊരു കെണിയിലാണ് വീഴ്ത്തിയിരിക്കുന്നത്. നിലവിൽ ഏകദേശം 200 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക നഷ്ടത്തിലാണ് ക്ലബ് മുന്നോട്ട് പോകുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഈ സാഹചര്യത്തിൽ താരങ്ങളോട് തങ്ങളുടെ പ്രതിഫലത്തിന്റെ 30 മുതൽ 40% വരെ വെട്ടിക്കുറയ്ക്കാൻ മാനേജ്മെന്റ് നിർദ്ദേശിച്ചതായാണ് വിവരം. താരങ്ങൾ ഈ നിർദ്ദേശം അംഗീകരിച്ചില്ലെങ്കിൽ ടീം ഇത്തവണ ISL-ൽ നിന്നും വിട്ടുനിൽക്കാൻ സാധ്യതയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയേക്കാൾ ഉപരിയായി ആരാധകരെ തളർത്തുന്നത് ടീമിന്റെ നട്ടെല്ലായ സൂപ്പർ താരങ്ങളുടെ അഭാവമാണ്. ടീമിന്റെ ഹൃദയമിടിപ്പായ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും മുന്നേറ്റ നിരയിലെ താരം നോഹ സതോയിയും ഇതിനോടകം ലോൺ അടിസ്ഥാനത്തിൽ ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു. ISL തുടങ്ങുമ്പോൾ ഇവർ തിരിച്ചെത്തുമോ എന്ന കാര്യത്തിൽ മാനേജ്മെന്റിന് പോലും കൃത്യമായ ഉത്തരമില്ല. മാച്ച് വിന്നർമാരായ ഈ താരങ്ങളില്ലാതെ കളത്തിലിറങ്ങുന്നത് ബ്ലാസ്റ്റേഴ്സിന് വലിയ വെല്ലുവിളിയായിരിക്കും. ഇത്തവണത്തെ ISL-ന്റെ ഘടന തന്നെ പല ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്. ആകെ 91 മത്സരങ്ങൾ മാത്രമാണ് AIFF ലക്ഷ്യമിടുന്നത്. ഇതിനർത്ഥം എല്ലാ ടീമുകളും തമ്മിൽ പരസ്പരം മത്സരിക്കില്ല. ഏതൊക്കെ ടീമുകൾക്ക് ആരൊക്കെയാകും എതിരാളികൾ എന്നതാണ് കണ്ടറിയേണ്ടത്. കൊച്ചിയിലെ ആവേശമായ കലൂർ സ്റ്റേഡിയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് വെറും 6 മത്സരങ്ങൾ മാത്രമേ ലഭിക്കാൻ സാധ്യതയുള്ളൂ. വിജയികൾക്കുള്ള പ്രൈസ് മണിയിലും ഇത്തവണ കുറവ് വരുത്തിയതായി സൂചനയുണ്ട്. ഇന്ത്യൻ ഫുട്ബോളിന്റെ തകർച്ചയ്ക്ക് പരിഹാരം കാണാൻ എങ്ങനെയെങ്കിലും ലീഗ് നടത്തി തീർക്കാനുള്ള തിടുക്കത്തിലാണ് അധികൃതർ എന്ന വിമർശനം ഇതിനോടകം ഉയർന്നു കഴിഞ്ഞു. ഇത്രയേറെ വെല്ലുവിളികൾക്കിടയിലും ആരാധകർ കൈവിടാത്ത ഒരു പ്രതീക്ഷയുണ്ട്. തങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങൾ ക്ലബിനെ ഈ അവസ്ഥയിൽ തനിച്ചാക്കില്ലെന്ന്. ശമ്പളത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്താണെങ്കിലും അവർ മഞ്ഞക്കുപ്പായത്തിൽ കൊച്ചിയിൽ പന്തുരുട്ടാൻ ഇറങ്ങുമെന്ന് ആരാധകർ വിശ്വസിക്കുന്നു. കടലാസിലെ കണക്കുകളേക്കാൾ വലുതാണ് ഗാലറിയിലെ ആവേശമെന്ന് തെളിയിക്കാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമോ? ഫെബ്രുവരി 14-ന് കൊച്ചിയിലെ മഞ്ഞക്കടൽ വീണ്ടും ഇരുമ്പുമോ? കാത്തിരുന്നു കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.